ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ഒരു വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ കാണുന്ന ലൈനുകളിൽ എല്ലാം ഒരു ചെറിയ ഒന്ന് രണ്ട് തിരുത്തുകളുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഈ ലൈനെല്ലാം കട്ട് ചെയ്ത് നമുക്ക് ഒന്ന് രണ്ട് ടാപ്പ് സെറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ പരിപാടി. അപ്പോൾ ആദ്യം തന്നെ ആ കാണുന്ന ടാപ്പ് അവിടെ നിന്ന് മാറ്റണം. പിന്നെ ഈ കാണുന്ന വോസ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ഒരു ടാപ്പിൻ്റെ പോയിൻ്റ് ഇവിടെ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പരിപാടിയാണ് കേട്ടോ നമുക്കിന്ന്. അപ്പോൾ ഇതൊരു മാവ് കമ്പനി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പകൽ വന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ വന്ന് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന ടാപ്പൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കളയണം. പിന്നെ അതുപോലെ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പം ആദ്യം ഒരു അപ്പുറ സൈഡിലേക്ക് ഒരു എന്താ പറയുക ടാപ്പിൻ്റെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് ഓപ്പണായിട്ട് ക്ലിപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. പിന്നെ നമ്മൾ ഈ സൈഡിലൊരു തിരുത്തൽ കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ചിൻ്റെ ഒരു ഫുൾ കൺട്രോൾ വാൾവുണ്ട്, ഒരു ഓസറ്റ് എടുക്കാൻ വാൾവുണ്ട്. പിന്നെ ആ ഒരു കോണൊരു എന്താ പറയുക നമ്മളൊരു ഒറ്റ എൽബോ ഇട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കോണല്ലായിരുന്നു ഇത്. അതുകൊണ്ടാണ് നമ്മളവിടെ ഒരു ചെറിയ 3 ഫിറ്റിങ്സ് ഇടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാതെ നമ്മൾ ഇവിടത്തേക്ക് ഒരു ടാപ്പിൻ്റെ പോയിൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ടാപ്പ് ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവർക്ക് ഓസ് ഒരല്പം മതിയാകും. കാരണം അവരുടെ മെഷീനിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരല്പം ഓസ് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ മെഷീനിലോട്ട് സെറ്റാകും. അപ്പോൾ ആ കണക്കിന് നമ്മൾ ടാപ്പ് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനലായിട്ട് ഇതാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഈ ടാപ്പിൽ നിന്ന് ഓസിട്ട് എടുത്തിട്ടുണ്ട്, അവർ മെഷീനിലോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് ഉണ്ടായിരുന്ന ടാപ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാം പഴയ ലൈനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളത് അതും പിന്നെ ഇവിടെ 2 വാൾവ്, പിന്നെ ഓസിട്ട് എടുക്കേണ്ട സെറ്റപ്പ്, പിന്നെ പോയിട്ട് അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാപ്പിൻ്റെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടെ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു പരിപാടി ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ.